എല്ലാ വൃത്തികേടുകളിലേക്കും മനുഷ്യനെ കൊണ്ടുപോയിട്ട് ഓരോന്നിനും പേര് മാറ്റി പറയും. ഓരോന്നിനും പേര് മാറ്റി പറയും. എല്ലാ തെമ്മാടികൾക്കും വേറെ പേരാണ് കൊടുക്കും. ഡാൻസ് ആടുന്ന, കുടിച്ചു കൂത്താടുന്ന, മദ്യപിക്കുന്ന ആളുകൾക്കൊക്കെ സമൂഹത്തിൽ വലിയ സ്ഥാനവും മാനവും ഒക്കെ ഉള്ള പേരുകളാണ് അവർക്ക് കിട്ടുക. ആർട്ടിസ്റ്റ്, അതുപോലെ തന്നെ കലാകാരൻ, അതുപോലെ തന്നെ ഏറ്റവും നല്ല സുന്ദരമായ നിലക്കുള്ള ഗായകൻ, സെലിബ്രിറ്റി. ഇങ്ങനെയൊക്കെ സമൂഹത്തിൽ ഇങ്ങനെ ആർക്കും കേൾക്കാൻ എനിക്കും കിട്ടിയെങ്കിൽ ആയി എന്ന് തോന്നുന്ന നല്ല നല്ല പേരുകൾ. പലിശക്ക് പലിശാനൊന്നും പറയൂല, അതിനൊക്കെ വേറെ പേര് പറയും. മദ്യത്തിനൊക്കെ മദ്യം കള്ളൂന്നൊന്നും പറയൂല, അതിനൊക്കെ വേറെ പേരുകൾ. വ്യഭിചാരം, അതിനൊക്കെ വേറെ പേരുകൾ. ഡേറ്റിങ്, അതുപോലെ തന്നെ അങ്ങനേതായ പല പേരുകൾ ഇട്ടിട്ട് വ്യഭിചാരം ഹലാലാക്കും, മ്യൂസിക്കുകൾ ഹലാലാക്കും. അതിനൊക്കെ വേറെ പേരുകളായിരിക്കും. മനുഷ്യനെ മാനസികമായി ഉന്മേഷം പകരുന്ന ഈണങ്ങൾ എന്നൊക്കെയാണ് പേരിടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ ഉമ്മത്തിൽ കുറെ ആളുകൾ പിൽക്കാലത്ത് വരാനുണ്ട്. അവർ എന്ത് ചെയ്യും? യസ്തഹില്ലൂനൽ ഹിറ വൽ ഹരീറ വൽ ഖംറ വൽ മആസിഫ. 4 കാര്യങ്ങൾ ഇസ്ലാമിൽ നിഷിദ്ധമാക്കിയതാണ്. ആ നിഷിദ്ധമാക്കിയ കാര്യങ്ങളെ അവർ ഹലാലാണെന്ന് പറയും. ഒന്നാമത് പറഞ്ഞു വൽ ഹിറ, വ്യഭിചാരം. വ്യഭിചാരപ്പം ആർക്കെങ്കിലും തെറ്റാ? ബഹുഭാര്യത്വം ആണെങ്കിൽ മഹാപാപായി. ഒറിജിനൽ കെട്ടാൻ പോയാൽ അത് മുഹമ്മദ് നബി കൊണ്ടുവന്ന കാടത്തം. എന്നാൽ ഒരാൾക്ക് വെപ്പാട്ടിയായിട്ട്, സ്റ്റെനോ ആയിട്ട്, കാൾഗേളായിട്ട്, വൈഫ് ഇൻ ചാർജ് ആയിട്ടൊക്കെ കുറെ പെണ്ണുങ്ങൾ ഉണ്ടാകും. അതിനൊന്നും ആർക്കും ഒരു കുഴപ്പമില്ല. ഒരാൾ ഇസ്ലാമിക നിയമമനുസരിച്ച് രണ്ടാമത്തത് വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അവൻ 6-ാം നൂറ്റാണ്ടിന്ന് വണ്ടിട്ടാത്തവനായി, കാടനായി. വൃത്തികെട്ടൊരു സമൂഹത്തിൽ എന്തും ചെയ്യണം, അതിനൊന്നും ഒരു കുഴപ്പമില്ല. ഇത് ശൈത്താനാണ് ഉണ്ടാക്കണത്. ശൈത്താൻ ഓരോന്നിനും പേരാണ് മാറ്റിക്കൊടുത്തിട്ട് ഹറാമുകളൊക്കെ ഹലാലാണെന്ന് മനുഷ്യന്റെ മനസ്സിലാണ് തോന്നിപ്പിക്കും. അതിനൊക്കെ സ്പെഷ്യൽ പുതിയ പേരുകളാണ് ഇടും. അങ്ങനെ മനുഷ്യനെ പഴപ്പിക്കും.